ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഒൺലി വൺ എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ നമ്മുടെ ഷെങ്കി ടിയാൻ്റെ ബെഡിൽ കിടന്നുറങ്ങുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു എപ്പിസോഡ് എൻഡ് ആയത്. സോ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ഷെങ്ക് ഉറക്കം എഴുന്നേക്കുന്നതാണ്. ആ സമയം അവനാണെങ്കിൽ ഇന്നലെ ഞാൻ ടിയാൻ്റെ ബെഡിലാണല്ലോ കിടന്നുറങ്ങിയത്, ടിയാനും ഇനി ഇതേ ബെഡിലാണോ ഉറങ്ങിയത്, ഞാനും അവനും ഒരുമിച്ചാണോ കിടന്നത് എന്നൊക്കെ അവനിങ്ങനെ ആലോചിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ടിയാൻ അവിടെ റൂമിലുണ്ടായിരുന്നില്ല. ഇതേ സമയം ഷെങ്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് നോക്കുകയാണ്. ആ സമയം അവന് മറ്റൊരു പണിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പലരും പല BL സീരീസ് കാണുമ്പോഴും കണ്ടിട്ടുള്ള സംഭവമായിരിക്കും. അതായത് ഇവരുടെ ഈ ഒരു പ്രൈവറ്റ് പാർട്ടായിട്ടുള്ള സംഭവം മോർണിംഗിൽ എഴുന്നേൽക്കുന്ന ടൈമിന് കുറച്ചൊന്ന് ഇതായിട്ടിരിക്കും. അതായത് ഡ്രസ്സിലൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് സംഭവം കാണാൻ പറ്റുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ പല BL സീരീസിലും കണ്ടിട്ടുള്ളതായിരിക്കും. എനിക്കങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആക്ച്വലി അറിയത്തില്ല. അപ്പോൾ ഷെങ്ക് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുവാണ്. അപ്പോൾ ഷെങ്ക് ശ്രദ്ധിച്ചിട്ട് സാധാരണ രാവിലെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്, എന്നാലും ഇപ്പോൾ ഇതുണ്ടായത് എന്തിനാ ദൈവമേ എന്നിങ്ങനെ ഷെങ്ക് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ടിയാൻ റൂമിലില്ലാത്തതുകൊണ്ട് തന്നെ പതുക്കെ എഴുന്നേറ്റ് പോകാൻ എഴുതിയിട്ട് അവൻ പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ ടിയാൻ കയറി വരാണ്. ഷെങ്കൊന്നെ അവിടെ നിന്നൊരു ബുക്കും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മറച്ച് പിടിക്കുന്നുണ്ട്. എന്നാൽ അത് കവറാവുന്നൊന്നുമില്ല. ആ സമയം നമ്മുടെ ടിയാനാണെങ്കിൽ നീ എഴുന്നേറ്റോ, ഇന്നലെ രാത്രി വേറൊരാളുടെ ബെഡിൽ കിടന്നുറങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അതുമ്പോൾ ഷെങ്ക് അതെനിക്ക് ഉറക്കക്ഷീണം വന്നിട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ടിയാൻ നീ കിടന്ന് ഉറങ്ങി കണ്ടു കഴിഞ്ഞാൽ ഉറക്കക്ഷീണം വന്നിട്ടാണെന്ന് തോന്നൂല, കുടിച്ചിട്ട് കിളിപോയി കിടക്കുന്ന പോലെ തോന്നിയെന്ന് പറയുന്നുണ്ട്. ഈ സമയം ഷെങ്ക് അല്ല നീയും ഇന്നലെ ഇതേ ബെഡിലാണ് കിടന്നതെന്ന് വെച്ചപ്പോൾ ടിയാൻ ഇവിടെ ഒരു ബെഡല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ബെഡിൽ പോയി കിടക്കോ, ഞാനും ഇവിടെ തന്നെ കിടന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടിയാനാണെങ്കിൽ ഷെങ്കിൻ്റെ അടുത്ത് ശരി പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം ഷെങ്ങിനാണെങ്കിൽ നടന്നു പോകാൻ പറ്റത്തില്ലല്ലോ ടിയാൻ്റെ ഫ്രണ്ടിൽ കൂടെ. അങ്ങനെ ഷെങ്ക് അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പൊക്കോളാന്ന് ഇങ്ങനെ പറയാണ്. ആ സമയം നമ്മൾ ടിയാനും താഴോട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ ഷെങ്ങിൻ്റെ ആ ഒരു സംഭവം ഇവനും കാണുന്നുണ്ട്. അത് ടിയാന് കാര്യം മനസ്സിലാവാണ്. ഈ സമയം ടിയാനാണെങ്കിൽ എൻ്റെ ഫോണ് ബാത്റൂമിൽ ഇരിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനത് എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ ടിയാൻ പോയി കഴിയുന്നു നമ്മുടെ ഷെങ്ക് ഉടനെ തന്നെ ഓടി അവൻ്റെ റൂമിൽ കയറുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവരെല്ലാവരും ഇവരുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് സെൽഫ് സ്റ്റഡിയുടെ ദിവസമായതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗാവോ ആണെങ്കിൽ നമ്മുടെ ഷെങ്കിനെ നോക്കിയിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ സ്റ്റാറ്റസ് മാറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയം ഷെങ്ക് നീ എന്താ എന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഗാവോ ഞാനല്ല പറഞ്ഞത്, പെപ്പറാണ് പറഞ്ഞത്, പെപ്പർ എപ്പോഴും നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് പെപ്പർ അങ്ങോട്ടേക്ക് വരാണ്. ഗാവോ ഈ കാര്യം ഷെങ്കിനോട് പറഞ്ഞു കേട്ടിട്ട് പെപ്പറിന് ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പെപ്പറാണെങ്കിൽ ഗാവോയുടെ അടുത്ത് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കയറി പോവാണ്. ആ സമയം ഇവരുടെ ക്ലാസ് ടീച്ചർ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയുടെ സമയമാണെന്നറിയാം, എന്നാലും ഈ സമയത്ത് കയറി വന്ന് ശല്യം ചെയ്തെനിക്ക് സോറി ചോദിക്കുന്നു, ഞാനിപ്പോൾ നമ്മുടെ എക്സലൻറ്റ് മോഡൽ സ്റ്റുഡൻറ്റിനെ ഒന്നുകൂടെ തിരഞ്ഞെടുക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറയാണ്. കാരണം നേരത്തെ ജിയാഹോ അങ്ങനെ തെറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഡയറക്ടർ അവൻ്റേതായ ഒരു പൊസിഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ സാറ് വന്നിട്ട് എല്ലാവരും ഓരോരോ പേപ്പറിൽ നിങ്ങൾക്ക് ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അയാളുടെ പേര് എഴുതി തരാനായിട്ട് പറയാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റ് 2-3 സ്ഥാനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്ന നമ്മുടെ ടിയാനാണ് ഒരു സ്ഥാനം കിട്ടുന്നത്. പിന്നെ ഷെങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷെങ് ഇപ്പം തന്നെ പുതിയതായിട്ട് വന്നൊരു പയ്യനാണെങ്കിൽ പോലും അവൻ ഒരുപാട് റാങ്കുകൾ മുന്നിൽ വന്നു. സോ അടുത്ത പൊസിഷൻ ഷെങ്ങിനാണ് വരേണ്ടത്. പക്ഷേ ഞാൻ അവരുടെ രണ്ടുപേരെടുത്തും അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു പൊസിഷൻ വേണ്ട, അത് മറ്റുള്ളവർക്കൊരു ചാൻസ് കൊടുക്കാനും അവർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പെപ്പറിനാണ് നമ്മുടെ ടിയാൻ്റെ ആ ഒരു ചാൻസ് വന്നേക്കുന്നത് എന്ന് പറയാണ്. ഇത് കേട്ടോടനെ തന്നെ നമ്മുടെ ഗാവോ ചാടി എണീച്ചിട്ട് അടിപൊളി പെപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേസമയം സാറാണെങ്കിൽ അടുത്ത പൊസിഷൻ ഗാവോയ്ക്കാണ് വരുന്നത്. കാരണം ഗാവോ 78 റാങ്ക് മുന്നിൽ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഗാവോയും ഞാൻ ഇത്രയും മുന്നിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ ടിയാനിങ്ങനെ നോക്കുകയാണ്. ആ സമയം ടിയാൻ വേറെന്തോ ചിന്തയിലിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ വീണ്ടും ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ടിയാൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം വരാണ്. അതായത് അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവനൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അവൻ ആ പൂച്ചക്കുട്ടീനെ വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ആലോചിച്ചിട്ട് ഇവനെന്താ പെട്ടെന്ന് സാഡ് ആവുകയാണ്. അങ്ങനെ സാഡായിരിക്കുന്ന സമയത്താണ് കറക്റ്റ് നമ്മുടെ ഷെങ് നമുക്കിത് ഫുഡ് കഴിക്കാനായിട്ട് ആ ഒരു അങ്കിളുടെ വീട്ടിലേക്ക് പോയാലും ഇങ്ങനെ ചോദിക്കുന്നത്. ആ സമയത്ത് ടിയാൻ ഈ ഒരു സങ്കടം വന്നിരുന്നുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ടീച്ചറിനെ മീറ്റ് ചെയ്യാനുണ്ട്, ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഷെങ് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ആ ഒരു അങ്കിളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ആ സമയം കറക്റ്റ് ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഏതോ ഒരു ആളിങ്ങനെ നിൽക്കുന്നതാണ്. ഇതേ സമയം അകത്തുനിന്ന് അങ്കിള് നീ ഇങ്ങോട്ടേക്ക് വരണ്ട, നീ പോകുമെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നത് നമ്മുടെ ഷെങ് കാണുന്നുണ്ട്. നമ്മുടെ ഷെങ്ങിനെ പാസ് ചെയ്താണ് അയാൾ നടന്നു പോകുന്നത്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞ് നമ്മുടെ ഷെങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം അങ്കിൾ നീ വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ എന്ത് പറ്റി, എന്തോ വിഷമം പോലെ ഉണ്ടല്ലോ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേന്ന് വെച്ചപ്പോൾ അയാളാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നീ വന്നിരിക്കുക, ഫുഡ് റെഡിയാണെന്ന് പറയാണ്. അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞതും ടിയാനാണെങ്കിൽ വന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെ തന്നെ ഷെങ്ങിനെ
ഷെങ്ങിൻ്റെ അടുത്ത്. അതെന്തായാലും നന്നായി എന്ന് അയാളും പറയാണ്. ഈ സമയം ഷെങ് അല്ല ഇപ്പോൾ പോയ ആൾ ആരാന്ന് ചോദിച്ചപ്പോൾ അയാളാണെങ്കിൽ നീ അയാളെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം ഷെങ് ഞാൻ കണ്ടു, അയാൾ എന്നെ പാസ് ചെയ്താൽ പോയത്, അത് ആരാന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അത് ജി ഹാൻ യു ആണ്, അത് ആക്ച്വലി ടിയാൻ്റെ അച്ഛനാണെന്ന് പറയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ എൻ്റെ അച്ഛൻ, ആ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ആ അങ്കിളിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഫോട്ടോ ആൽബം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഷെങ് ഞാൻ നോക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ടിയാൻ്റെ ചൈൽഡ്ഹുഡിലുള്ള സംഭവങ്ങളും ഫോട്ടോസൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കാണിച്ചിട്ട് ഇത് ടിയാനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ടിയാൻ എപ്പോഴും അവൻ്റെ പ്രൊഫൈലിട്ട് ഒരു പൂച്ചക്കുട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ആ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ ടിയാൻ്റെ മെമ്മറിയിൽ ഒരു പൂച്ചക്കുട്ടി കണ്ടില്ലേ, അതേ പൂച്ചക്കുട്ടിയാണ്. പക്ഷേ ഇത് ടിയാൻ്റെ പൂച്ചക്കുട്ടിയാണ്. അവൻ്റെ പ്രൊഫൈലിൽ ഈ ഫോട്ടോ അടക്കം ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് വെച്ചപ്പോൾ ആ അങ്കിളാണെങ്കിൽ അതെ, നമ്മുടെ ടിയാനും ഫാമിലിയൊക്കെ മുമ്പ് ഇവിടെ താമസിച്ചിരുന്നത്. പിന്നെ ടിയാൻ്റെ അച്ഛൻ അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ല. ടിയാൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും ബിസിയായിരുന്നു, വർക്കിലായിരുന്നു. നമ്മളെ ടിയാനെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. ടിയാൻ എപ്പോഴും സങ്കടത്തോടെയാണ് കുട്ടിക്കാലം ജീവിച്ചിരുന്നതെന്ന് പറയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ സീരിയസ്ലി അവൻ എപ്പോഴും സങ്കടത്തിലായിരുന്നു എന്ന് വെച്ചപ്പോൾ അവൻ ശരിക്കും സങ്കടത്തിലായിരുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പാരൻസ് അവനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ പാരൻസ് അവൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുവിട്ടു. പക്ഷേ അവൻ്റെ മുത്തശ്ശിക്ക് അൾഷിമേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മുത്തശ്ശി പലപ്പോഴും അവനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറാതെ അവൻ്റെ വീട്ടിനെ പുറത്ത് നിർത്തിയിട്ട് മുത്തശ്ശി മാത്രം വീട്ടിൻ്റെ അകത്ത് ഡോറടച്ച് കയറി ഇരിക്കുമായിരുന്നു. ടിയാന് മറ്റുള്ളവരുടെ അടുത്ത് പോയി സഹായം ചോദിക്കാനൊരു മടിയും നാണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവൻ വീട്ടിൻ്റെ വെളിയിലിരിക്കും. ആ സമയത്താണ് ഇവൻ ആ ഒരു പൂച്ചക്കുട്ടിയെ കിട്ടുന്നത്. ഈ പൂച്ചയുടെ പേര് ക്യാപ്റ്റൻ എന്നാണ്. അങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ക്യാപ്റ്റനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവന് കഴിക്കാൻ ഫുഡൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം നമ്മുടെ ഈ ഒരു അങ്കിളാണെങ്കിൽ ഈ പൂച്ചേനെ അന്വേഷിച്ചു വരും. കാരണം ഈ പൂച്ചയുടെ ഓണർ ഈ അങ്കിളാണ്. ഈ അങ്കിളുടെ പേര് തന്നെയാണ് ക്യാപ്റ്റൻ എന്നും. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് നമ്മുടെ ടിയാൻ ആ പൂച്ചയെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ പേര് പറഞ്ഞു കൊടുത്തതും ടിയാനെ ഈ അങ്കിള് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ ടിയാനെ നല്ലതുപോലെ നോക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം പക്ഷേ ആ പൂച്ചക്കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ആ അങ്കിളാണെങ്കിൽ ആ ചത്തുപോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം ഷെങ്ങാണെങ്കിൽ അപ്പോൾ ടിയാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ കുട്ടിക്കാലത്ത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആക്ച്വലി അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അതിലൊരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഈ സമയം ഷെങ് അവൻ്റെ അമ്മ അതിനെപ്പറ്റി എപ്പോഴൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയം ആ അങ്കിളാണെങ്കിൽ അല്ല നിനക്ക് അവൻ്റെ അമ്മേനെ അറിയാമെന്ന് വെച്ചപ്പോൾ ഷെങ് അത് പിന്നെ എൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും ഉടനെ കല്യാണം കഴിക്കാനായിട്ട് പോകുകയെന്നിങ്ങനെ പറയാണ്. ഈ സമയം ആരങ്കിൾ ഞാനത് കേട്ടായിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പോൾ നീയും ടിയാനും ബ്രദേഴ്സ് ആവാൻ പോവുകയാണല്ലേ, എന്തായാലും നന്നായി. അവനൊരു കൂട്ട് വേണം, നീ ഉണ്ടല്ലോ. അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അവൻ ഇനിയെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കണം. അവൻ്റെ അമ്മ ഒരുപാട് ജോലി ചെയ്തു. അവൻ്റെ അമ്മയുടെ ആ ഒരു അൾഷിമേഴ്സിൻ്റെ അസുഖമൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തി എല്ലാം ചെയ്യാനും പിന്നെ ഇവനെ നോക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പൈസ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ പല ജോലി ചെയ്തു. അതിൻ്റെ ഇടയിൽ ടിയാനെ നോക്കാനായിട്ട് അവൻ്റെ അമ്മയ്ക്ക് നേരം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കരങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ അവൻ്റെ അച്ഛനെ പറ്റി ചോദിച്ചപ്പോൾ ടിയാൻ്റെ അച്ഛൻ ആക്ച്വലി ഒരു ഓർഫനാണ്. ടിയാൻ്റെ അച്ഛനെ മുമ്പ് കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് പേര് റാഗൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ടിയാൻ്റെ അച്ഛന് ഒരുപാട് വലിയ ഉയരത്തിലെത്തണം അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. എന്നാൽ അതൊക്കെ നടക്കാതെ പോയി. അങ്ങനെ നമ്മുടെ ടിയാൻ്റെ അച്ഛൻ ടിയാനെ നോക്കാതെയായി, അവനെ ഇട്ടിട്ടങ്ങ് പോയി. എന്നാൽ പെട്ടെന്ന് തന്നെ എന്തോ പറ്റി ആൾ തിരിച്ചു വന്നിട്ട് ഒരു വർഷത്തോളം ടിയാൻ അയാൾ പൊന്നുപോലെ നോക്കിയെന്ന് പറയാണ്. ഈ സമയം നല്ലൊരു കാര്യമല്ലേ എന്ന് വെച്ചപ്പോൾ അങ്കിള് ഒരിക്കലും നല്ല കാര്യമല്ല. കാരണം ഒരു ദിവസം ടിയാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. വന്ന സമയത്ത് അവൻ്റെ കഴുത്തിൽ എന്തോ കൊണ്ട് പൊള്ളിയ ഒരു ചെറിയ പാടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഈ സമയമാണ് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മുടെ ടിയാൻ്റെ കഴുത്തിലുള്ള ഒരു പാട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇതേ സമയം അതെന്ത് പറ്റിയത് ഷെങ്ങിനെ ചോദിച്ചപ്പോൾ ഞാനത് ടിയാനായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവൻ അത് ആരടുത്തും പറഞ്ഞിട്ടില്ല, അത് അവൻ്റെ ഉള്ളിൽ തന്നെ വച്ചേക്കുമെന്നിങ്ങനെ പറയാണ്. ആ സമയം ഷെങ് അവൻ എപ്പോഴും ഇങ്ങനെ എന്തുണ്ടെങ്കിലും അത് തുറന്ന് പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അങ്കിളാണെങ്കിൽ അതിനുശേഷം പിന്നീട് ടിയാൻ്റെ അമ്മ എൻ്റെ അടുത്ത് നിന്ന് ടിയാനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഉടനെ തന്നെ ടിയാൻ്റെ അച്ഛനുമായിട്ട് ടിയാൻ്റെ അമ്മ ഡിവോഴ്സ്ഡ് ആവുകയും ചെയ്തു എന്നൊക്കെ പറയാണ്. അതിനുശേഷം ഷെങ്ങാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഈ സമയം തന്നെ ഗാവോന് മെസ്സേജ് അയച്ചിട്ട് എടാ ക്ലാസ്സിൽ ടീച്ചർ വന്നു, അറ്റൻഡൻസ് എടുത്തു തുടങ്ങി, പെട്ടെന്ന് വാന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ക്ലാസ്സിൽ വരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അറ്റൻഡൻസ് എടുക്കുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഗാവോ പെട്ടെന്ന് പറയാനായിട്ട് മെസ്സേജ് കൊണ്ട് തന്നെ ഷെങ് അങ്കിളിൻ്റെ അടുത്ത് അങ്കിൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ ടീച്ചർ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുത്തു തുടങ്ങി. നമ്മൾ ഷെങ്ങിനെ കാണുന്നില്ല. നമ്മുടെ ഗാവോ ആണെങ്കിൽ ഷെങ്ങിന് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും പ്രസൻറ്റ് എന്നിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ജിയാഹോനെ വിളിച്ചപ്പോൾ അവൻ അവിടെ സീറ്റ് ഇല്ല. ആ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ അവൻ എവിടെ പോയതാ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതൊരു കുട്ടിയാണെങ്കിൽ അവൻ
ആ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അവിടെ കൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു എന്നിങ്ങനെ പറയാണ്. അതിന് ശേഷം വീണ്ടും അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ടിയാനെ വിളിക്കുമ്പോൾ ടിയാനാണെങ്കിൽ പ്രസൻ്റ് എന്ന് പറയുന്നില്ല. എല്ലാവരും നോക്കിയപ്പോൾ ടിയാൻ അവൻ്റെ സീറ്റില്ല. ടിയാനാണെങ്കിൽ നമ്മുടെ ഷെങ്ങ് വരാത്തതുകൊണ്ട് തന്നെ ടിയാൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇതേസമയം ടിയാനെ കാണിക്കുമ്പോൾ നമ്മുടെ ജിയാഹോ ക്ലാസ്സിലില്ല, അതുപോലെ തന്നെ ഷെങ്ങും ക്ലാസ്സിലില്ല. അപ്പോൾ നമ്മുടെ ടിയാന് ടെൻഷനായിട്ടുണ്ടായിരുന്നു, അതായത് ജിയാഹോ വീണ്ടും ഷെങ്ങിനെ എന്തെങ്കിലും ചെയ്യുമോയെന്ന്. അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയത്. പിന്നെ നമ്മുടെ ഷെങ്ങാണെങ്കിൽ എവിടെയുള്ളതെന്ന് ഇറങ്ങിയിടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ടിയാൻ അവനെ അന്വേഷിച്ചിട്ട് സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അവിടെയുള്ള ഒരു കടയിൽ വന്നിട്ട് അവിടുത്തെ അങ്കിളുടെ അടുത്ത് ഷെങ് ഇങ്ങോട്ടേക്ക് വന്നത് ചിലപ്പോൾ ഇല്ല അവനെ കണ്ടില്ല. പക്ഷേ അന്ന് പ്രശ്നം ഉണ്ടാക്കിയ പയ്യന്മാർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന കണ്ടു. നീ ഒന്ന് സൂക്ഷിച്ചിരിക്കുക, അവന്മാരെല്ലാം നിനക്കും പണി തരാൻ ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ പറയാണ്. ഇതേസമയം ഷെങ്ങിനെ കാണിച്ചപ്പോൾ അവൻ്റെ പുറകെ ഇങ്ങനെ അവൻ നടക്കുന്ന സമയത്ത് ആരോ ഫോളോ ചെയ്ത് വരുന്ന കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ടായി വീണ്ടും നമ്മുടെ ടിയാനെ കാണിക്കുമ്പോൾ ഷെങ്ങിനെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഷെങ് ഇത് എവിടെയായിരിക്കും എന്ന് അന്വേഷിച്ചിട്ട് വീണ്ടും അവൻ അന്വേഷിച്ച് പോവാണ്. അങ്ങനെ ടിയാനെ ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് അവൻ്റെ പുറകിൽ ഒരാൾ നിന്ന് അവനെ വിളിക്കുകയാണ്. നോക്കിയപ്പോൾ അത് നമ്മുടെ ഷെങ് തന്നെയായിരുന്നു. അപ്പോൾ ഷെങ്ങിനെ കണ്ടതും നീ എങ്ങനെ ഇവിടെ വന്നത് എന്നിങ്ങനെ ടിയാൻ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കുറച്ചും നടന്ന കാര്യം കാണിക്കും. നമ്മുടെ ഷെങ് നടന്നപ്പോൾ അവൻ ആരോ പുറകിന് ഫോളോ ചെയ്യുന്നതായിട്ട് പറഞ്ഞല്ലോ, അത് മറ്റാരും ആയിരുന്നില്ല, ശരിക്കും അവൻ്റെ സാറായിട്ടുള്ള ഷീയൊക്കെ ആയിരുന്നു, ഷീയും ലൂവും. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഷെങ്ങാണെങ്കിൽ ശരിക്കും അത് ജിയാഹോ ഒക്കെ ആണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇവരെ കണ്ടപ്പോഴാണ് അവന് സമാധാനമായത്. അങ്ങനെ അവരാണെങ്കിൽ ഇവൻ്റെ അടുത്തോട്ട് വന്ന് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നീ ടിയാനെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷെങ് ഇല്ല ഞാൻ കണ്ടില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ടിയാൻ്റെ അച്ഛനെ അറിയാവോ? ടിയാൻ്റെ അച്ഛനാണെങ്കിൽ ടിയാനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അയാൾ ടിയാനെ അയാളുടെ കൂടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന്. അയാൾ എന്തിനാണ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ടിയാനെ അയാൾ കാണാൻ പാടില്ല, നമ്മൾ വേണം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്ന് പറയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്തൊക്കെ ബായ് പറഞ്ഞിട്ട് നമ്മുടെ ഷെങ് ടിയാനെ അന്വേഷിച്ചിറങ്ങാണ്. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ നമ്മുടെ ഷെങ് ടിയാനെ കാണുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ടിയാൻ ഷെങ്ങിനെ അന്വേഷിക്കായിരുന്നു. അപ്പം നമ്മുടെ ഷെങ്ങിനത് മനസ്സിലാവുന്നുണ്ട് ടിയാൻ തന്നെയാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ ടിയാനാണെങ്കിൽ തന്നെ അന്വേഷിക്കുന്ന കണ്ടിട്ട് ഷെങ്ങാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ഇത്രയും അനുഭവിച്ച് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട ഒരു പയ്യൻ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ അന്വേഷിച്ച് നടക്കുവാണല്ലോ, ഇവനെ ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ഷെങ് അവൻ്റെ മനസ്സിൽ ആലോചിച്ചിട്ട് നമ്മുടെ ടിയാൻ്റെ മുന്നിലേക്ക് ചെല്ലാണ്. ആ സീനായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. അങ്ങനെ മുന്നിൽ ചെന്ന് നമ്മുടെ ടിയാനാണെങ്കിൽ നീ എങ്ങനെ ഇവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷെങ് അത് പിന്നെ ഞാനിങ്ങനെ വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഷെങ് ഇനി ഞാൻ തന്നെ പൊന്നു പോലെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ഷെങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ലേ ടിയാൻ എന്താ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. കറക്റ്റ് ടൈമിന് നമ്മുടെ ടിയാൻ്റെ അച്ഛൻ ടിയാൻ അന്വേഷിച്ച് സ്കൂളിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ ഷെങ് കാണാണ്. എന്നാൽ ടിയാൻ അവൻ്റെ അച്ഛനെ കാണുന്നതിന് മുമ്പും അവൻ്റെ അച്ഛൻ ടിയാനെ കാണുന്നതിന് മുമ്പും ഷെങ്ങാണി പെട്ടെന്ന് ടിയാൻ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോയിട്ട് സ്കൂൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്താണ്. എന്നിട്ട് ഷെങ്ങാണെങ്കിൽ വാ നമുക്ക് ക്ലാസ് സ്കിപ്പ് ചെയ്ത് ഇന്ന് സ്കൂളിൽ നിന്ന് പുറത്ത് ചാടാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടിയാൻ എന്തിനാന്ന് വെച്ചപ്പോൾ ഷെങ്ങാണെങ്കിൽ അത് പിന്നെ ഇതിനു മുമ്പേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പം ചെയ്യാം, എന്താ നീ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഇത് വലിയ കുറ്റമൊന്നുമല്ലല്ലോ ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് നമ്മുടെ ടിയാനെയും കൊണ്ട് ഗേറ്റ് ചാടാനായിട്ട് നോക്കുകയാണ്. കറക്റ്റ് ടൈമിൽ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിന് മുമ്പേ തന്നെ ഇവരോട്ടൊരു ചാടി പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവരുടെ ക്ലാസ് റൂമിൽ ഇംഗ്ലീഷ് ടീച്ചർ വന്നേക്കുന്നതാണ്. ഇത്രയും നേരമായിട്ട് നമ്മുടെ ഷെങ്ങിനെയും ടിയാനെയും കാണത്തുണ്ടല്ലേ ഗാവോ ടീച്ചറിൻ്റെ അടുത്ത് അവരുണ്ടൊരു ഹെൽത്ത് റൂമിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ടീച്ചർ വീണ്ടും ഗാവോനെ വിളിച്ചിട്ട് നീ എന്താ പറഞ്ഞേ അവർ ഹെൽത്ത് റൂമിലാണെന്നല്ലേ, ഞാനാണെങ്കിൽ അവിടുത്തെ നേഴ്സിനെ വിളിച്ച് അന്വേഷിച്ചു, അവർ രണ്ടുപേരും അവിടെ ഇല്ല, പിന്നെ എവിടെയാണെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഗാവോ ഇനി എന്ത് കള്ളം പറയുന്നിങ്ങനെ ആലോചിച്ചിട്ട് അടുത്ത അടവർക്കാണ്. ആ ടീച്ചർ അവർ ഹെൽത്ത് റൂമിലില്ലല്ലോ, അതിൻ്റെ അർത്ഥം അവരുടെ ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ. ഹാവു എനിക്കിപ്പോഴാണ് സമാധാനമായെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് കൈയടിക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ടീച്ചർ കള്ളം പറഞ്ഞതിന് ക്ലാസ്സിൻ്റെ ബാക്ക് സൈഡിൽ ചെന്ന് നിന്നിട്ട് സ്ക്വാട്ട് ചെയ്യാനായിട്ട് പറയാണ്. അവരുടെ തിരിച്ച് ക്ലാസ്സിൽ വരുന്നവരെ നീ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഗാവോ എഴുന്നേറ്റ് സ്ക്വാട്ട് ചെയ്ത് തുടങ്ങാണ്. അവൻ അങ്ങനെ ഇരിക്കാൻ പോയപ്പോൾ തന്നെ ഇവൻ്റെ പാൻറ്റ് ബാക്കിൽ നിന്ന് കീറുന്നുണ്ട്. എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആ സമയം ഗാവോ ടീച്ചർ ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ടീച്ചർ നിൻ്റെ പുറകിൽ വേറെ ആരും ഇരിപ്പില്ലല്ലോ, അതുകൊണ്ട് ആരും കാണത്തില്ല, ചെയ്തോളാനായിട്ട് പറയാണ്. അങ്ങനെ ഗാവോ പിന്നെ അത് തന്നെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷെങ്ങിനെയും ടിയാനെയും കാണിക്കുമ്പോൾ ഇവരെങ്ങോട്ടും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് നമ്മുടെ ഷെങ് വന്ന് വീഴുന്നുണ്ട്. ഷെങ് ടിയാനെയും തള്ളിയിടുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഇങ്ങനെ വിശാലമായിട്ട് അവിടെ കിടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ടിയാൻ ഷെങ്ങിൻ്റെ അടുത്ത് അല്ല നിനക്ക് അടുത്ത് നീ എവിടെ പോകേണ്ടതെന്ന് നോക്കിയാണ്. ആ സമയം ഷെങ് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഫുള്ള് കറങ്ങി നടക്കുകയാണ്. അതായത് മറ്റേ ബബിൾസ് ഊത്തുന്ന സംഭവം വാങ്ങുന്നു, കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്നു, ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നു, ഗെയിംസ് കളിക്കുന്നു, ഫുൾ എൻജോയ് നടക്കുകയാണ്. ആക്ച്വലി ടിയാൻ ചിരിക്കുന്നത് മേ ബി നമ്മൾ കാണുന്ന ഈ ഒരു എപ്പിസോഡിലായിരിക്കും ആദ്യമായിട്ട്. അവൻ അത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ഇവരുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഇത് സംസാരിച്ച് നടന്നു വന്നപ്പോഴാണ് നോക്കിയപ്പോൾ നമ്മുടെ ടിയാൻ്റെ അമ്മയും നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛനും കൂടെ ആയിട്ട് അതുവഴി നടന്നു പോകുന്ന കാണാണ്. അങ്ങനെ അവരുടെ നടക്കുന്ന കണ്ടിട്ട് നമ്മുടെ ടിയാൻ
ടിയാനാണെങ്കിൽ ഷെങ്ങിനെ പിടിച്ച് മാറ്റാണ്. എന്നാൽ ഷെങ് അവരുടെ അടുത്തോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ടിയാൻ വിടുന്നില്ല, പിടിച്ച് മാറ്റി നിർത്താണ്. ഈ സമയം ഷെങ്, നിനക്ക് അവർ രണ്ടുപേരും എങ്ങനെയാണ് ഡേറ്റ് ചെയ്ത് തുടങ്ങിയെന്ന് അറിയണ്ടേന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ടിയാൻ എനിക്കറിയണ്ടെന്ന് പറയാണ്. ഷെങ് അപ്പോൾ എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ സൈഡിൽ നിന്നൊരു മരത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ടിയാൻ്റെ അമ്മയുടെ അടുത്ത് നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ, അല്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുവന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാനാണ്. ഫ്യൂച്ചറിലെ കാര്യമൊക്കെ നിനക്കറിയാമല്ലോ, അത് പിന്നെ എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ടിയാൻ്റെ അമ്മ, എനിക്ക് മനസ്സിലായി നമ്മുടെ ഫാമിലിയിൽ ഇപ്പം 4 പേരുണ്ട്, അപ്പോൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ എന്നിങ്ങനെ പറയാണ്. ഷെങ്ങിൻ്റെ അച്ഛൻ ആക്ച്വലി നമ്മുടെ ടിയാൻ്റെ അമ്മേനെ പ്രപ്പോസ് ചെയ്യാനാണ് നോക്കിയത്. ഇതേ സമയം നമ്മുടെ ഷെങ്ങിനും ടിയാനും പ്രപ്പോസ് ചെയ്യാനാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടിട്ട് ഷെങ്, എൻ്റെ അച്ഛൻ എന്തൊരു പൊട്ടനാണ്, ഞാൻ പോയി അവരെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിരുന്ന ബബിൾസിൻ്റെ ആ സംഭവമൊക്കെ ഊതിയിട്ട് അവർക്ക് വേണ്ടി റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ ടിയാനാണെങ്കിൽ ആ ബബിൾസൊക്കെ ഊതി മാറ്റി കളഞ്ഞിട്ട് നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങിനെ പിടിച്ച് ഒളിപ്പിച്ച് നിർത്തിയിട്ട് മര്യാദയ്ക്ക് അടങ്ങി നിൽക്കണമെന്ന് പറയാണ്. ഇതേ സമയം വീണ്ടും അവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഇവർ രണ്ടുപേരും നോക്കിയ സമയത്ത് കറക്റ്റ് പെട്ടെന്ന് തന്നെ വേറൊന്നും പറയാൻ നിൽക്കാതെ നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ ഒരു റിങ്ങൊക്കെ എടുത്ത് കാണിച്ച് മുട്ടുകുത്തി നിന്നിട്ട് എന്നെ കല്യാണം കഴിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രപ്പോസ് ചെയ്യാണ്. ഇത് കണ്ടിട്ട് ഇവരും ഷോക്കായിട്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്യാൻ അറിയാമോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഷെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഗാവോനെ കാണിക്കുമ്പോൾ ഗാവോ ആണെങ്കിൽ ബാത്റൂമിനകത്ത് ഇപ്പോൾ അവൻ്റെ കീറിപ്പോയ പാൻറ്റ് അഴിച്ചിട്ട് പുറത്തേക്കുന്ന പെപ്പറിന് കൊടുക്കുകയാണ്. പെപ്പർ അവൻ്റെ അടുത്ത് അത് അഴിച്ചു തരാൻ വേണ്ടി ചോദിച്ച് വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് ഗാവോ ബാത്റൂമിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയ സമയത്ത് നമ്മുടെ പെപ്പറാണെങ്കിൽ അവൻ്റെ പാൻറ്റ് വീണ്ടും വീണ്ടും തച്ചുകൊണ്ടിരിക്കുമായിരുന്നു കീറിപ്പോയ ഭാഗം. ഇത്രയും എപ്പിസോഡ് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഗാവോയ്ക്ക് പെപ്പറിന് ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് പെപ്പറിന് ഷെങ്ങിൻ്റെ അടുത്താണ് താല്പര്യമെന്നാണ്. അത് ഗാവോയ്ക്കും അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഗാവോ നമ്മുടെ പെപ്പറിൻ്റെ അടുത്ത്, നീ ഒരു നല്ല കുട്ടിയാണെന്നും അടിപൊളിയാണെന്നും ഞാൻ ഷെങ്ങിനോട് നിനക്ക് വേണ്ടിയിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം പെപ്പർ, എന്തിനാ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ പറഞ്ഞാലല്ലേ നീ എത്ര നല്ല കുട്ടിയാണെന്ന് അവൻ മനസ്സിലാക്കത്തുള്ളൂ എന്ന് നമ്മുടെ ഗാവോ പറയുന്നുണ്ട്. ഗാവോയ്ക്ക് ഇവളെ ഇഷ്ടമാണ്, എന്നാൽ ഇവൾ ഇഷ്ടപ്പെടുന്ന ആളെ തന്നെ സെറ്റാക്കി കൊടുക്കാനും അവൻ റെഡിയായിട്ട് ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം സ്കൂളിൽ തന്നെ ഇവരുടെ സാർമാരായിട്ടുള്ള ഷീനയും ലൂനയും കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ ആ ഒരു കോറിഡോറിൻ്റെ അവിടെ നിന്നിട്ട് താഴെ പിള്ളേർ ക്ലീൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഇന്ന് ആ പിള്ളേരായിരിക്കും ക്ലീനിങ് ചെയ്യേണ്ട അവർക്ക് ഡ്യൂട്ടി കിടക്കുന്നത്. അങ്ങനെ പിള്ളേർ ഗ്രൗണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷീയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയം ലു, എന്താ ഇത്ര നോക്കുന്നതെന്ന് വെച്ചപ്പോൾ ഷീ, ഒന്നുമില്ല, പിള്ളേരാണെങ്കിൽ അവരുടെ ആ ഒരു ഈ ഒരു ഏജൊക്കെ അടിച്ച് പൊളിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നതാ, വലുതായി കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ തിരിച്ച് കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇതേ സമയം കറക്റ്റ് ഇവരുടെ ഇംഗ്ലീഷ് ടീച്ചറായിട്ടുള്ള ആ ഒരു ടീച്ചർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഷീയുടെ സംസാരിക്കുന്നത്, ആക്ച്വലി നമ്മുടെ ഷീൻ്റെ ഫ്രണ്ടാണ് ഇംഗ്ലീഷ് ടീച്ചർ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഷീയുടെ ഫ്രണ്ടായിട്ട് ലൂവിനെ പരിചയപ്പെട്ടിട്ട് സ്കൂൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞത് ലൂവാണ് ഷീയുടെ അടുത്ത്, നീ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ക്ലോസ് ആണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കണ്ടിട്ട് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്, ഞാൻ അബ്രോഡ് പോയിട്ടും ക്ലോസ് ആയിട്ടും ഒരു സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് ഈ ടീച്ചറിൻ്റെ അടുത്താണ്, ഞങ്ങൾ ക്ലോസ് ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കെന്തോ കണ്ടിട്ട് ലൂവിന് ആ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം വീണ്ടും ഷെങ്ങിനെയും ടിയാനെയും കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ പ്രപ്പോസലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ച് നടന്നു വരുന്ന സമയത്ത് ഒരാൾ ഒരു കുഞ്ഞു കടയിൽ ബ്രേസ്ലെറ്റൊക്കെ വിൽക്കാൻ വെച്ചൊക്കെയായിരുന്നു. അയാളെ നമ്മൾ ഷെങ്ങിനെയും ടിയാനെയും വിളിച്ചിട്ട് വന്ന് നോക്കിയിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ ഇത് പെയറായിട്ട് പറഞ്ഞ ബ്രേസ്ലെറ്റാണ്, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ലവേഴ്സ് ആയാലും ആർക്ക് കെട്ടിക്കൊടുത്താലും നിങ്ങൾ അവർ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആവുമെന്ന് പറയാണ്. അങ്ങനെ ഷെങ്ങാണെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട 2 ബ്രേസ്ലെറ്റ് വാങ്ങുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇവരുടെ ഒരിടത്ത് വന്നിരുന്നിട്ട് നമ്മൾ ഷെങ് ടിയാൻ്റെ അടുത്ത്, അല്ല എൻ്റെ അച്ഛൻ പ്രപ്പോസ് ചെയ്ത് നീ കണ്ടില്ലേ, എന്ത് കുളമായിട്ടാണ് പ്രപ്പോസ് ചെയ്തത്, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഗംഭീരമാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഷെങ്, നിൻ്റെ അമ്മ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിക്കില്ല, അപ്പോൾ നമ്മൾ ശരിക്കും ബ്രദേഴ്സ് ആവത്തില്ലേ, നിനക്കത് ഓക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ടിയാനെ മറുപടിയെ കൊടുക്കുന്നില്ല. അതിൻ്റെ ശേഷം ഷെങ് ആ വാങ്ങിച്ച ബ്രേസ്ലെറ്റ് പരസ്പരം കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ വെറും ഫ്രണ്ട്സ് അല്ല അതുക്കും മേലെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ടിയാൻ നമ്മൾ ഫാമിലി ആണെന്ന് ഇങ്ങനെ പറയാണ്. ഇതേ സമയം ഷെങ്, നമുക്ക് കൊണ്ടവർക്കും ഒരുമിച്ച് സ്കൂളിൽ പോയി താമസിച്ചാലോ, നമുക്ക് ഒരുമിച്ച് ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ടിയാനപ്പോൾ അതെന്താ അങ്ങനെയെന്ന് വെച്ചപ്പോൾ, അത് പിന്നെ നമ്മൾ ഫാമിലി അല്ലേ, നിനക്കൊരു വീട് വേണ്ടേ, ഞാൻ നിൻ്റെ വീടായിക്കോളാം, നിൻ്റെ ലൈഫിലുള്ള ഒരാളായിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ടിയാനും സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി ഇവരെല്ലാവരും, അതായത് നമ്മുടെ ഷെങ്ങും അവൻ്റെ അച്ഛനും ടിയാനും അവൻ്റെ അമ്മയും കൂടെ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ പതുക്കെ ടിയാൻ ആക്ഷൻ കാണിച്ചിട്ട് അവർ ഹോസ്റ്റലിൽ നിൽക്കാൻ പോവാണ് എന്നുള്ള കാര്യം പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ടിയാൻ മിണ്ടുന്നില്ല. അങ്ങനെ ഷെങ് തന്നെ പറഞ്ഞു തുടങ്ങാണ്. അതിനുശേഷം ഇവരുടെ ഒരുമിച്ചായിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ, ഹോസ്റ്റലിൽ നിൽക്കാനോ, ഇവിടെ ഒരു വീടുള്ളപ്പോൾ എന്തിനാണ് ഹോസ്റ്റലിൽ പോകുന്നത്, അതിനെപ്പറ്റി ഈ വീട്ടിൽ സംസാരമേ വേണ്ടാന്നിങ്ങനെ പറയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡാക്കാണ്. അതിനുശേഷം ബോണസ് പോയിൻ്റായിട്ട് ഒരു സംഭവം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടതാണ് ഷെങ് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ അവൻ്റെ ആ ഒരു സംഭവം ഒക്കെ ഇങ്ങനെ
ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ടിയാനാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ശ്രദ്ധിച്ചതിന് ശേഷം ടിയാൻ എൻ്റെ ഫോൺ ബാത്റൂമിൽ വെച്ച് ഞാൻ മറന്നു, ഞാനത് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് നടന്നു പോയായിരുന്നല്ലോ. അത് ആക്ച്വലി ഫോൺ ബാത്റൂമിൽ വെച്ച് മറന്നതൊന്നുമല്ല. നമ്മുടെ ഷെങ്ങിനെ കണ്ടപ്പോൾ ടിയാനും എന്തോ ഒരു ഫീല് വന്നു. അപ്പോൾ അത് പുറത്ത് കാണിക്കാതെ മറച്ചു പിടിക്കാനായിട്ടാണ് നമ്മുടെ ടിയാനും ബാത്റൂമിലേക്ക് ചെന്ന് നിന്നത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡോടെ ഉണ്ടാക്കാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നത്. ബൈ.